താലിബാൻ സർക്കാരുമായി കൂടുതൽ അടുക്കുന്നതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 160 ട്രക്കുകൾക്ക് കേന്ദ്ര സർക്കാർ അട്ടാരി വാഗ അതിർത്തിയിൽ പ്രവേശനം അനുവദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഏപ്രിൽ 23 മുതൽ അടച്ചിട്ടിരുന്ന അതിർത്തിയാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമായി എത്തിയ അഫ്ഗാൻ ട്രക്കുകൾക്ക് പ്രത്യേകമായി തുറന്നുകൊടുത്തത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുട്ടാഖിയും കഴിഞ്ഞ ദിവസം സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അഫ്ഗാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് മന്ത്രിതല ചർച്ചയുണ്ടായത്. അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ട്രക്കുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ചർച്ചയിൽ താലിബാൻ മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അഫ്ഗാൻ ട്രക്കുകളെ പാകിസ്ഥാനും തടഞ്ഞില്ല. താലിബാൻ ഭരണകൂടവുമായി സൗഹൃദം ദൃഢമാക്കുന്നതിന് ഏത് നടപടിയും സ്വീകരിക്കുമെന്ന നിലപാടിലാണ് മോദി സർക്കാർ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ജോലിയും മറ്റും നിഷേധിക്കുന്ന താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ താലിബാന് ഡൽഹിയിലെ എംബസിയും മുംബൈയിലും ഹൈദരാബാദിലുമുള്ള കോൺസുലേറ്റുകളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. താലിബാൻ ഭരണം പിടിച്ചതോടെ കാബൂളിലെ എംബസിയും കാണ്ഡഹാറിലെയും മസാരെ ഷെറീഫിലെയും കോൺസുലേറ്റുകൾ ഇന്ത്യ അടച്ചിരുന്നു. കാബൂളിലെ എംബസി നിലവിൽ ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. പുൽവാമ ആക്രമണമടക്കം ഇന്ത്യയിൽ ഒട്ടനവധി ഭീകരാക്രമണങ്ങൾ നടത്തിയ ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ 1999 ഇന്ത്യ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നിർണായക ഇടപെടൽ നടത്തിയത് അക്കാലത്ത് അഫ്ഗാൻ ഭരിച്ചിരുന്ന താലിബാനായിരുന്നു.